പണിതിട്ടും പണി തീരാതെ ഉപ്പുതറ മേമാരിക്കുടിയിലെ സാംസ്കാരിക നിലയം 4 വർഷം മുമ്പ് പണി ആരംഭിച്ച സാംസ്കാരിക നിലയത്തിലെ ശുചിമുറിയുടെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. മഴ പെയ്താൽ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. 30 ലക്ഷം ചിലവഴിച്ച കെട്ടിടം ഈ അവസ്ഥയിലായത് കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിയാണെന്നും ആരോപണം. ഉപ്പുതറ പഞ്ചായത്തിലെ വനത്തിനു നടുവിൽ പ്രവർത്തിക്കുന്ന ആദിവാസി സങ്കേതമാണ് മേമാരിക്കുടി. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയിരുത്തിയവരാണ് ഇവിടുത്തെ 26 കുടുംബങ്ങൾ. ഇവർക്ക് ഒത്തുചേരാൻ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. ഇതിന് പരിഹാരം കാണാനാണ് 30 ലക്ഷം രൂപ മുടക്കി ഇവിടെ സാംസ്കാരിക നിലയം അനുവദിച്ചത്. പദ്ധതി കരാർ നൽകുകയും ചെയ്തു. കെട്ടിടം നിർമ്മിച്ച് ഒപ്പം ശൗചാലയം നിർമ്മിച്ച് ക്ലോസറ്റും വെച്ചു. എന്നാൽ പൈപ്പുകൾ സ്ഥാപിക്കുകയോ ടാങ്ക് നിർമ്മിക്കുകയോ തറയിൽ ടൈൽ ഇടുകയോ ചെയ്തിട്ടില്ല. ഫലത്തിൽ ശുചിമുറി ഉണ്ടെന്ന് പറയാനല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. കെട്ടിടം പണി പൂർത്തിയായിട്ട് 3 വർഷം കഴിഞ്ഞതുമാണ്. നിർമ്മിച്ച കെട്ടിടമാണെങ്കിൽ മാനം കരുത്താൽ തന്നെ ചോരാനും ആരംഭിക്കും. നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ആരോപണം. മേമാരി അംഗനവാടി ബലഹീനമായതിനാൽ നിലവിൽ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ അംഗൻവാടിക്ക് ബാത്റൂം ഇല്ല. ബാത്റൂം പണിത് പകുതിയാക്കിയിട്ട് 2 വർഷത്തോളമായി. കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് കാരണം ഭയങ്കര ശോചനീയാവസ്ഥയാണ്. എന്നതാണെങ്കിലും ഞങ്ങൾക്ക് ആ അംഗൻവാടി കെട്ടിടം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ കെട്ടിടത്തിൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒന്ന് പണിത് കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. അതേപോലെ ഈ കക്കൂസിന്റെ പണി ഒന്ന് പൂർത്തിയാക്കി കിട്ടണം. മേമാരി ആദിവാസി സമൂഹത്തോട് കരാറുകാർ കാണിക്കുന്ന അവഗണനയുടെ നേർചിത്രമാണ്. ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുമുണ്ട്. കരാർ നൽകിയ പദ്ധതി നിർമ്മാണ സമയത്തോ പൂർത്തിയാക്കുമ്പോഴോ ആരും പരിശോധിക്കാറില്ല. കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് ബില്ല് ഒപ്പിട്ട് നൽകും. തങ്ങളുടെ പണി കൃത്യമായി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ആദിവാസി സമൂഹത്തോട് ദ്രോഹ നടപടിയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. അടിയന്തരമായി ശൗചാലയം പൂർത്തിയാക്കുകയും കെട്ടിടത്തിന്റെ ചോർച്ച മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് മേമാരിയിലെ ആദിവാസികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.